വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രസംഗമുള്ള കാര്യം പ്രശ്നമുണ്ടോ അങ്ങനെ? ഞാൻ അങ്ങനെയല്ലേ പ്രസംഗിക്കുക. നിങ്ങൾ സെക്രട്ടറിയുടെ പ്രസംഗങ്ങളൊക്കെ നേരത്തെ പോകണമെന്നൊക്കെ പരാമർശങ്ങളെ അങ്ങനെയല്ല, അത് പ്രസംഗിപ്പോ അങ്ങനെ വന്നുപോയതാ. അല്ലാതെ ഇനി അങ്ങനെ കഥ പറയാൻ കുറെ ഉണ്ട്, അപ്പൊ പറഞ്ഞു പോകും. നിങ്ങൾക്ക് തോന്നിയോ? അത് നന്നായി. എനിക്കങ്ങനെ ഒരു ഇതില്ല. എവിടെ പോകുന്ന ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നടത്താൻ പ്രത്യേക ആവശ്യം ചെറുപ്പത്തിലില്ല. എന്തെങ്കിലും ഡിമാൻഡിന് വേണ്ടി ജീവിച്ചിട്ടില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന ചെയ്യുക എന്നുള്ളതാണ്. ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം നിറവേറ്റുക, അവസാനിപ്പിക്കുക. അതിൻ്റെ പേരിൽ വേറൊരു ക്ലെയിമും ഇല്ല. ഒരിടത്ത് മാത്രമാണ് ജയിച്ചത്, മിനിസ്റ്റർ മാത്രം. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം 2019 ഒരു സ്ഥലത്ത് വിജയിച്ചുള്ളൂ. 2019 ആലപ്പുഴ മാത്രമേ ജയിച്ചുള്ളൂ. ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ ആലപ്പുഴ അങ്ങനെ അല്ലല്ലോ. ആലപ്പുഴ കഴിഞ്ഞ തവണത്തെ പറയും പോലെ തന്നെ അങ്ങയുടെ ഒരു വ്യക്തിപ്രഭാവം, അങ്ങയുടെ ഒരു നല്ല കമ്മ്യൂണിസ്റ്റിന്റെ വിജയം അല്ല, അങ്ങനെയല്ല. അങ്ങനെ വ്യക്തിപ്രഭാവമല്ല, അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് മൊത്തത്തിൽ. അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കണ്ടത്. പ്രതിപക്ഷം പറയുന്നത് ഈ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി, അത്തരത്തിലൊരു വികാരം ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് പറയുന്നതിൽ അത്ര വലിയ കാര്യമില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പിന്നെ ഇടതുപക്ഷത്തിന് എത്രയോ വോട്ട് കിട്ടുമോ? വോട്ട് കിട്ടിയല്ലോ. പല ഘടകങ്ങളുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലും പല ഘടകങ്ങളുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഘടകത്തിൻ്റെ ഭാഗമായിട്ടല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് 19 സീറ്റ് നഷ്ടപ്പെട്ടത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അത് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഏത് ആണെന്ന് കണ്ടെത്തി ആ സമയത്ത് അത് പറയുക, അതായിരിക്കും നല്ലത്. പക്ഷേ നിലവിലെ കണക്കിൽ BJP ഒരു 11 സീറ്റിലാണ് നിയമസഭാ കണക്കുകളിൽ ലീഡ് ചെയ്യുന്നത്. സ്വാഭാവികമായും BJP വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന് കെ സുരേന്ദ്രൻ പറയുകയൊക്കെ ചെയ്യുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റിൽ പിന്നെ UDF അല്ലേ ജയിച്ചത്. ആ സമയത്ത് ഇതേ വാദം തന്നെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അന്ന് ഭൂരിപക്ഷം സീറ്റിലും പിന്നെ അന്ന് ഇടതുപക്ഷത്തിന് ആകെ 20-24 സീറ്റ് കിട്ടിയുള്ളൂ അസംബ്ലിയിൽ. പക്ഷേ അതിനുശേഷം 19-20 ആയപ്പോൾ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചറിവ് വന്നു. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പായി കഴിഞ്ഞപ്പോൾ 2016 കൂടുതൽ സീറ്റ് വാങ്ങി. 93 സീറ്റായിരുന്നു 2016 99 സീറ്റ് വാങ്ങി നേടിയിട്ടാണ് 2021 ഇടതുപക്ഷം തിരിച്ചു വന്നത്. അങ്ങനെ ഓരോ സമയത്ത് ഓരോ കണക്കാണ്. അപ്പോൾ അതൊക്കെ പാർട്ടി തീരുമാനിക്കുന്നില്ല. ഞാൻ തന്നെ എന്നെ തീരുമാനിക്കുന്ന പാർട്ടിയല്ല. അപ്പോൾ നമുക്കങ്ങനെ പകരക്കാരനെ അങ്ങനെ പറ്റില്ല. പാർട്ടി തീരുമാനിക്കുക ആരാണ് വേണ്ടത്. ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇല്ല, അതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമായിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത പാർലമെന്റ് സമ്മേളനം വിളിക്കുന്ന സമയത്തിന് മുമ്പായിട്ട്, കാരണം 2 പോസ്റ്റ് ഒരേ സമയത്ത് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് പാർലമെന്റിൽ പോയിട്ട് MP ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നാണ് പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നത് വെച്ചാൽ അതിനിപ്പോൾ മന്ത്രിസഭ രൂപീകരിക്കണം, പ്രോട്ടോം സ്പീക്കറെ തിരഞ്ഞെടുക്കണം, അതിനുശേഷം പിന്നെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഉണ്ടാവും. ആ സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ MLA സ്ഥാനം രാജിവെച്ച് സർട്ടിഫിക്കറ്റ് അവിടെ ഹാജരാക്കണം. അത്രേ ഉള്ളൂ. അങ്ങ് മുമ്പ് പറഞ്ഞൊരു പരാമർശം, എൻ്റെ പണം കൊള്ളാം, എൻ്റെ ദക്ഷിണ കൊള്ളാം, പക്ഷേ പ്രസാദം എനിക്ക് തരുന്നതിന് പ്രയാസമുണ്ട്. അങ്ങ് ഇപ്പോൾ ദേവസ്വം മന്ത്രി സ്ഥാനത്ത് ഞാൻ അന്ന് പറഞ്ഞു കഴിഞ്ഞു. അതെല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട്. മാറുമ്പോൾ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ മാറ്റം വരില്ലേ? ഇപ്പം നമ്മൾ തീരുമാനിച്ചെന്താണ്, ദേവസ്വം ബോർഡുകളുടെ കീഴിൽ വരുന്ന സ്കൂളുകളിലും കോളേജുകളിലും അധ്യാപകരെയും അനധ്യാപകരെയും റിസർവേഷൻ അടിസ്ഥാനത്തിൽ എടുക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി 29 അതിൻ്റെ ഉത്തരവ് 5 ദേവസ്വം ബോർഡുകൾക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ദേവസ്വം ബോർഡുകളിൽ ഈ നിയമനം വരുമ്പോൾ ദേവസ്വം ബോർഡ് തന്നെയാണ്. നമ്മൾ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് വിട്ടുകൊടുത്തിട്ടില്ല, PSCക്ക് വിട്ടുകൊടുത്തിട്ടില്ല. അതാത് ദേവസ്വം ബോർഡുകൾ തന്നെ ആ നിയമനം നടത്തണം. ഇപ്പോൾ അതുപോലെ തന്നെയാണ് സഹകരണ മേഖലയിലും അതേ റിസർവേഷൻ നടപ്പിലാക്കണം. സഹകരണ മേഖലയിൽ കോളേജുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ലോക്കൽ ബോഡീസിൻ്റെ കീഴിൽ സ്കൂളുകളുണ്ട്. അവിടെയെല്ലാം തന്നെ റിസർവേഷൻ അനുസരിച്ച് നിയമനം നടത്തണം എന്നുള്ള തീരുമാനമെടുത്തു. അന്യാധീനപ്പെട്ട ദേവസ്വം ഭൂമി കുറേയധികം പിടിച്ചു. ഇപ്പം നമ്മളതിൻ്റെ കേസുകളുടെ കണക്കെല്ലാം ഇപ്പോൾ എടുത്തിട്ട് ഓരോ കേസുകളും നടത്തുന്നതിലുള്ള വീഴ്ചകളായിരുന്നു പലപ്പോഴും കാലതാമസമില്ല. അപ്പോൾ നമ്മൾ കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ള കേസുകളിലെ ഓരോ കൃത്യമായിട്ട് കണക്ക് 5 ദിവസത്തിന് എടുക്കുന്നു. എന്നിട്ട് അതിൽ ഇടപെടേണ്ട അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ള ആളുകളെ ഇടപെടിച്ച് സ്പീഡപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേസുകൾ കുറേ ഭൂമി പിടിച്ചെടുത്തു. കുറേ ഭൂമി പിടിച്ചെടുത്തു എന്ന് പറയരുത്, കുറേ ഭൂമി ദേവസ്വത്തിന് തന്നെ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്, ലഭ്യമാക്കിയിട്ടുണ്ട്.
ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പറഞ്ഞല്ലോ, ഈ ദേവസ്വത്തിനെ കുറിച്ചൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ധാരണയുടെ അടിസ്ഥാനത്താണ് ഇതിലെല്ലാം കോടതി ഇടപെടുക എന്ന് പറഞ്ഞത്. ചെലവ് ചെയ്യണമെങ്കിൽ കോടതിയുടെ പെർമിഷൻ വേണം. 20 ലക്ഷത്തിൽ കൂടുതൽ ഒരു പൈസ ചിലവഴിക്കണമെങ്കിൽ കോടതിയുടെ പെർമിഷൻ വേണം. ഇപ്പോൾ നമുക്കറിയാം, നല്ലൊരു ടോയ്ലറ്റ് ഉണ്ടാക്കണമെങ്കിൽ 20 ലക്ഷം. അപ്പോൾ അതുകൊണ്ട് കോടതിയുടെ അടുത്ത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ ഡെലിഗേഷൻ പവർ, ഫിനാൻഷ്യൽ പവർ കൂടുതൽ തരണം എന്ന് കോടതിയോട് ആവശ്യപ്പെടുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ കെട്ടിടത്തിൻ്റെ അത് എസ്റ്റിമേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കോടികളാവും. അത് ഒറ്റയടിക്ക് ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിലും പറ്റില്ല, കോടതിയുടെ പെർമിഷൻ വേണം. അങ്ങനെ കുറച്ച് വികസനത്തിന് നമുക്ക് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ മാറ്റാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു. ഈ മന്ത്രി എന്ന ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും, എം പി ആയിരിക്കും അത്രത്തോളം കാര്യം ചെയ്യാൻ പറ്റും. ഓരോ സ്ഥലത്തിലും ഓരോ വേഷം കിട്ടും. നമ്മളെല്ലാം അങ്ങനെയല്ലേ. എം പിയുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, MLA കാര്യം ചെയ്യണം, മന്ത്രി പരിമിതമായി പോകും. നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ പരിമിതമാണ്. അപ്പം നമുക്ക് അതിൻ്റെ സാധ്യത ഉണ്ടാവുമല്ലോ. MPക്കുള്ള സാധ്യത എന്താണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക. എവിടെ ചെല്ലുമ്പോൾ ആ സാധ്യത നമ്മുടെ നാടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക, അത്രയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഇന്ത്യ മുന്നണി വരുന്നു. അപ്പോൾ ആ അത്തരത്തിൽ വലിയൊരു സഖ്യം വരുന്നു. അപ്പോൾ അതിലൊരു പ്രതീക്ഷ എങ്ങനെയാണ്? വരണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. കാരണം നേരത്തെ മുതൽ തന്നെ ഇടതുപക്ഷം ഇന്ത്യയിലെ ഭരണത്തിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ടല്ല ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്തത്. 2018 തൊട്ട് ഇന്ത്യയിലെ ഭരണം ഒരു ഫാസിസ്റ്റ്, സെമി ഫാസിസ്റ്റ് രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അർദ്ധ ഫാസിസ്റ്റിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലൊരു ജനാധിപത്യ മതനിരപേക്ഷമായിട്ടുള്ള ഒരു സംവിധാനം വരണം. ഇന്ത്യയുടെ ജനാധിപത്യം തകരുകയാണ്, മതേതരത്വം തകരുകയാണ്, ഫെഡറൽ സംവിധാനം തകരുകയാണ്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലും ഇല്ലാതാകുന്ന സ്ഥിതി വരികയാണ്. ആ സന്ദർഭത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം, ഇന്ത്യയൊരു മതനിരപേക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം സാധിക്കുന്നത്ര രീതിയിൽ ചെയ്യും. അത് ഞങ്ങളെക്കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ഞങ്ങൾ ചെറിയ പാർട്ടിയാണ്, അല്ലെങ്കിൽ ചെറിയ പ്രസ്ഥാനമാണ്. എങ്കിൽ പോലും ഈ ആശയം നമ്മൾ നല്ലപോലെ മുന്നോട്ട് വെച്ചു. ആ ആശയത്തിന് കിട്ടുന്ന പിന്തുണയെ തീർച്ചയായിട്ടും ഞങ്ങൾ അംഗീകരിക്കും. ഡൽഹി കാലാവസ്ഥ, തണുപ്പ് വന്നാൽ ഭീകരമായ തണുപ്പും, ചൂട് വന്നാൽ വലിയ ചൂടുമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. അല്ല, ഓരോ കാലാവസ്ഥയിലും ഞാൻ ശബരിമലയിൽ പോകുമ്പോൾ അവിടുത്തെ കാലാവസ്ഥ വരെ ചോദിച്ചു പ്രസിഡന്റിനോട് ചോദിച്ചു. അതൊക്കെ നമുക്ക്, അത് എന്നെ പഠിപ്പിച്ചൊരു ഭാഷയുണ്ട്, എല്ലാ ആശങ്കകളും തീർത്ത ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറയും, അങ്ങടെ പോവാം, നാടകം എഴുതുന്ന ഭാഷയാണ്, വന്നാന്തി കാണാമെന്ന് പറയും. ഈ കനൽ ഒരു തരിയായി എന്ന് പറയുന്ന ഒരു പരാമർശം സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ. ആലപ്പുഴയിൽ നിന്ന് അങ്ങിലേക്ക് എത്തിയിരിക്കുകയാണോ? അതിനെക്കുറിച്ച് അത് ഓരോരുത്തരുടെയും ഭാഷകളാണ്. അങ്ങനെ ഓരോരുത്തരും അതിനെ വ്യാഖ്യാനിക്കും. അവരുടെ ബുദ്ധിക്ക് അനുസരിച്ചുകൊണ്ട്, അറിവിനനുസരിച്ചുകൊണ്ട് അത് വ്യാഖ്യാനിക്കും. അങ്ങനെ അവർ വ്യാഖ്യാനിക്കട്ടെ, അവർക്ക് അതിനുള്ളൊരു അവസരം കിട്ടട്ടെ.